നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട സ്പെഷ്യൽ സബ് ജയിലിൽ വെച്ച് സഹതടവുകാരനെ ആക്രമിച്ച കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട സ്പെഷ്യൽ സബ് ജയിലിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ വധശ്രമ കേസിൽ റിമാൻഡിൽ കഴിയുന്ന അഴീക്കോട് സ്വദേശി ഐവേലിക്കകത്ത് വീട്ടിൽ മുഹമ്മദിനെ ആക്രമിച്ച കേസിലാണ് സഹതടവുകാരൻ കരുവന്നൂർ പ്ലാക്കൽ വീട്ടിൽ 21 വയസ്സുള്ള ഐവിൻ ആന്റണിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കവർച്ചാ കേസിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു. ആഗസ്റ്റ് 9 രാവിലെയായിരുന്നു സംഭവം. അകാരണമായി അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തിലാണ് ഐവിൻ ആന്റണി മുഹമ്മദിനെ ആക്രമിച്ചത്. ആക്രമണത്തിൽ മുഹമ്മദിന്റെ ഇടത് ഷോൾഡറിന്റെ കൈക്കുഴ തെറ്റി ഗുരുതര പരിക്കേറ്റിരുന്നു. കേസിൽ പ്രതിയായ ഐവിൻ ആന്റണിയെ കോടതിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഐവിൻ ആന്റണി ഇരിങ്ങാലക്കുട കൂരച്ചുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 5 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ദിലീഷ്, SI-മാരായ അഭിലാഷ്, പാട്രിക്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ദിനുലാൽ, കമൽകൃഷ്ണ, അജിത്, ജെബിൻ എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് സമർപ്പിക്കുന്ന 1 ലക്ഷം പേരുടെ ഭീമ ഹർജി ഒപ്പുശേഖരണം ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്നത് ഉൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങൾ നടപ്പാക്കുന്നതിനുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് വികസന സമിതി ഭീമ ഹർജി സമർപ്പിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി പ്രസിഡന്റ് വർഗീസ് പന്തലൂക്കാരൻ, വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KF ജോസ്, വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് പാപ്പച്ചൻ വാഴപ്പള്ളി, സെക്രട്ടറി സോമൻ ശാരദാലയം, ജോയിന്റ് സെക്രട്ടറി ഡേവിസ് ഇടപ്പള്ളി, കുമാരൻ കൊട്ടാരത്തിൽ, ജോസ് കുഴുവേലി, സ്റ്റീഫൻ കള്ളിവളപ്പിൽ എന്നിവർ നേതൃത്വം നൽകി. നാലമ്പല തീർത്ഥാടന പദ്ധതിക്ക് 10 കോടി രൂപ. ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA. നാലമ്പല തീർത്ഥാടനം കൊണ്ട് പ്രശസ്തമായ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ കൂടൽമാണിക്യം ഭരതക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം, നാട്ടിക നിയോജക മണ്ഡലത്തിലെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, അങ്കമാലി നിയോജക മണ്ഡലത്തിലെ തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം എന്നിവിടങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തുവാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA സന്ദർശനം നടത്തി. നാലമ്പല ദർശനത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു കഴിഞ്ഞ ബജറ്റിൽ നാലമ്പല തീർത്ഥാടന പാക്കേജിന് മുഖ്യമന്ത്രി VD സതീശൻ 10 കോടി അനുവദിച്ചത്. ഈ തുക ഉപയോഗിച്ച് 4 ക്ഷേത്രങ്ങളിലും തീർത്ഥാടകരായ ഭക്തർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. തീർത്ഥാടന യാത്രയ്ക്കിടയിൽ തീർത്ഥാടകർക്കായി വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള ഇടത്താവളങ്ങളും പാക്കേജിലുണ്ടാകും. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച 4 കോടി രൂപ ഉപയോഗിച്ച് 4 ക്ഷേത്രങ്ങളിലും നടപ്പാത, വിശ്രമ കേന്ദ്രം എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പരിപാവനത കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ ആവശ്യങ്ങൾ തീർച്ചയായിട്ടും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ എല്ലാവരും ചിന്തിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരും ഈ നാലമ്പല ക്ഷേത്രങ്ങളുടെ പ്രത്യേകിച്ച് തീർത്ഥാടകരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു സന്ദർഭത്തിൽ 4 കോടി രൂപ ഈ 4 ക്ഷേത്രങ്ങൾക്കായി അന്നത്തെ സംസ്ഥാന സർക്കാർ നൽകുകയുണ്ടായി 2014. ആ 4 കോടി ഉപയോഗിച്ചുകൊണ്ട് 4 ക്ഷേത്രങ്ങളിലും വ്യത്യസ്തങ്ങളാകുന്ന വികസന പ്രവർത്തനങ്ങൾ തീർത്ഥാടകരുടെ സൗകര്യങ്ങൾ ബന്ധപ്പെട്ട് ചെയ്യുകയുണ്ടായി. ഇത്തവണ 10 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഈ നാലമ്പല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അനുവദിച്ചിട്ടുള്ളത്. ഈ തുക ഫലപ്രദമായി വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. ക്ഷേത്രങ്ങളും അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾക്കുമൊക്കെ തന്നെയാണ് ഈ തുക ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ നാലമ്പല തീർത്ഥാടക രീതി ഭംഗിയാക്കണം എന്നുള്ളതാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ജില്ലാ മാർച്ചും ധർണയും വിജയിപ്പിക്കുവാൻ KSTA ഇരിങ്ങാലക്കുട ഉപജില്ലാ പ്രവർത്തക കൺവെൻഷൻ തീരുമാനിച്ചു. കൺവെൻഷൻ KSTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി സജി പോൾസൺ ഉദ്ഘാടനം ചെയ്തു.
ഉപജില്ലാ പ്രസിഡന്റ് വർഷ RV അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ ഉപജില്ലാ സെക്രട്ടറി KR സത്യപാലൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ സുധീർ KR നന്ദിയും പറഞ്ഞു. സർക്കാർ അധികാരത്തിലെത്തി ഇന്നുവരെ നാം എത്തി നിൽക്കുമ്പോൾ FSCPO നേതൃത്വത്തിലും KST തനതായും നടത്തിയ നിരവധിയായ പ്രക്ഷോഭങ്ങൾ. അപ്പോൾ സർക്കാർ എടുക്കുന്ന നിലപാടുകൾ ജീവനക്കാർക്കും അധ്യാപകർക്കും അതുപോലെ തന്നെ ഈ നാട്ടിലെ പൊതുവായ പൊതുജനങ്ങൾക്കും ദ്രോഹകരമായി തീരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്ത ഈ സമരങ്ങളുടെ ഒരു മുദ്രാവാക്യവും മറ്റും നാം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ഈ വരുന്ന സെപ്റ്റംബർ മാസം നടക്കുന്ന സമരത്തിൽ 46 ഡിമാൻഡ് മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമരത്തിലേക്ക് പോകുന്നത്. നമ്മളതിൻ്റെ ഭാഗമായി ഇന്നിവിടെ കൂടിയിരിക്കുമ്പോൾ ഇന്ന് നാം പത്രത്തിൽ കണ്ട ഒരു വാർത്തയുണ്ട് അല്ലേ? കഴിഞ്ഞ ദിവസം കുഴഞ്ഞു വീണ് മരിച്ച ശ്രീലേഖയുടെ ചിത്രം. അതിനു മുമ്പ് ആത്മഹത്യ ചെയ്ത അല്ലേ ട്രാൻസ്ഫർ, മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ട്രാൻസ്ഫറൊക്കെ നടക്കും അല്ലേ? ട്രാൻസ്ഫറൊക്കെ നടക്കും. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം കൃത്യമായി അതിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് ജീവനക്കാരുടെ മേഖലയിൽ. ഇരിങ്ങാലക്കുട JCI അംഗവും പ്രവാസിയുമായ ഗാനരചയിതാവ് സേവ്യർ ഇലഞ്ഞിക്കൽ മുഖ്യമന്ത്രി VD സതീശന്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വീഡിയോ ആൽബം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA പ്രകാശനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ മുഖ്യാതിഥിയായിരുന്നു. നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിനി ജോസ് ചാക്കോള, JCI പ്രസിഡന്റ് ഷൈജോ ജോസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഷാജു പാറേക്കാടൻ എന്നിവർ പങ്കെടുത്തു. അഡ്വക്കേറ്റ് ഹോബി ജോളി സ്വാഗതവും ടെൽസൺ കോട്ടോളി നന്ദിയും പറഞ്ഞു. ഇലഞ്ഞിക്കലുമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം അമേരിക്കയിലാണ്. കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശനെ കുറിച്ച് നല്ല ഗാനങ്ങളും അതുപോലെ തന്നെ നല്ല തരത്തിലുള്ള മറ്റ് വിവരങ്ങളൊക്കെ അടങ്ങുന്ന ഒരു വീഡിയോ അദ്ദേഹം തന്നെ എഴുതി തയ്യാറാക്കി അത് പ്രകാശനം ചെയ്തിരിക്കുക. ഞാനത് കേൾക്കാൻ സാഹചര്യം ഉണ്ടായി. വളരെ നന്നായിരിക്കുന്നു. എന്തായാലും നമ്മുടെ ഇരിങ്ങാലക്കുടക്കാരൻ അമേരിക്കയിൽ നിന്നുകൊണ്ട് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി കുറിച്ച് ഇത്രയും നല്ല കാര്യങ്ങൾ പറയുന്നത് ഒരു UDFൻ്റെ ഒരു അംഗപദത്തിലേക്ക് എനിക്കും വലിയ സന്തോഷം തോന്നിയാണ്. ഞാനെല്ലാ അഭിനന്ദനങ്ങളും പ്രിയപ്പെട്ട അദ്ദേഹത്തിനും സഹോദരനും പുഞ്ചിരിക്കും മറ്റെല്ലാവർക്കും ICF ഗ്രൂപ്പിൻ്റെ MD-ഉണ്ട്, ജോസുണ്ട്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഇരിങ്ങാലക്കുട SNBS സമാജം ശ്രീ വിശ്വനാഥപുരം ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി മണിശാന്തി, അനീഷ് ശാന്തി, അഖിൽ ശാന്തി എന്നിവർ നേതൃത്വം നൽകി. SNBS സമാജം പ്രസിഡന്റ് കിഷോർ കുമാർ നടുവളപ്പിൽ, സെക്രട്ടറി MK വിശ്വംഭരൻ, ട്രഷറർ വേണു തോട്ടുങ്ങൽ, വൈസ് പ്രസിഡന്റ് ഷിജിൻ തവരങ്ങാട്ടിൽ, ജോയിന്റ് സെക്രട്ടറി സജീവ് എലഞ്ഞിക്കോടൻ, ദിനേശ് എളന്തോളി, മാതൃസംഘം പ്രസിഡന്റ് ഷൈജ രാഘവൻ, സെക്രട്ടറി ഹേമ ആനന്ദ്, ട്രഷറർ അജിത രമേശ് എന്നിവർ പങ്കെടുത്തു. പരിഹാരാർത്ഥം പിതൃതർപ്പണ ക്രിയ ആചാരമുഖേന അഹം കരിഷ്യേ. നമ്മുടെ മരിച്ചുപോയിരിക്കുന്ന ആരൊക്കെയാണോ അച്ഛനമ്മ അവരെയൊക്കെ ഒന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം. മുഖത്ത് 3 പ്രാവശ്യം ഒഴിഞ്ഞ് വലതുവശത്തുള്ള ഇലയിൽ വയ്ക്കുക. കുശോസി കുശപൃഷ്ടോസി ബ്രഹ്മണ നിർമ്മിതംപുരാൻ പുരാപണ്ഡസ്ഥാനെ ദർഭാസനം നമ. അലങ്കരണാർത്ഥം അക്ഷരം നമ. ബാക്കിയുള്ള പൂവൊക്കെ പിണ്ടത്തിലേക്ക് എടുത്തിട്ടോളൂ. പ്രദക്ഷിണം ചെയ്യാം. ആ പ്രദക്ഷിണമായിട്ട് ജാനികാനി ജപാപാനി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.